കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് യാത്രാ ടിക്കറ്റ് നിരക്കിൽ 42,000 രൂപ കുറച്ചു. നേരത്തെ നിശ്ചയിച്ചിരുന്ന 1,65,000 രൂപ 1,23,000 കുറച്ചത്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അറിയിച്ചു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ വായിച്ചത്. ഷഹീദ്, ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നതാണ്. സംസ്ഥാന സർക്കാർ ഇടപെടലും ഉണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു അനുകൂലമായ തീരുമാനം. പക്ഷേ ഈ കുറവ് നേരത്തെ യാത്രാ നിരക്ക് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടവർ ഉദ്ദേശിച്ച തരത്തിലാണോ? രതീഷ്, 80,000 രൂപയാണ് നെടുമ്പാശ്ശേരി, കണ്ണൂർ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും ഹജ്ജിന് തുക ഈടാക്കുന്നത്, ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത്. ഇതായിരുന്നു കരിപ്പൂരിൽ 1,65,000 എന്നുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഇതിലേക്ക് പോയി ഇരട്ടിയോളം രൂപയിലേക്ക് പോയിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. സംസ്ഥാന സർക്കാരും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി സ്മൃതി ഇറാനിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ ഇടപെടൽ നടത്തി. കേരളത്തിൽ നിന്നുള്ള എംപിമാരും ലീഗ് എംപിമാരും ഉൾപ്പെടെയുള്ളവരും ഇടപെടൽ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് തുക കുറയ്ക്കാമെന്നുള്ള ഒരു അറിയിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി സംസ്ഥാന ഹജ്ജ് ചുമതലയുള്ള വി അബ്ദുറഹ്മാൻ്റെ ഓഫീസിന് സ്മൃതി ഇറാനിയുടെ മന്ത്രാലയത്തിൽ ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അതായത് 42,000 രൂപയുടെ കുറവ് വരുത്താനാണ് തീരുമാനം. 1,65,000 എന്നുള്ളത് 1,23,000 കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും 80,000 രൂപയ്ക്കാണ് പോകുന്നത്. ആ നിരക്കിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ഇനിയും കുറയ്ക്കണമെന്ന് ആവശ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ടിക്കറ്റ് നിരക്ക്, അതായത് യാത്രയോടനുബന്ധിച്ച് ഷെഡ്യൂൾ വരുന്ന സമയത്ത് വീണ്ടും നിരക്ക് കുറയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഏതായാലും ഉള്ളത്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ ഈ 42,000 രൂപയുടെ കുറവ് വരുത്താൻ വേണ്ടി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ മന്ത്രാലയം നൽകുന്നൊരു വിശദീകരണം, വിവിധ വിമാനത്താവളങ്ങളിൽ ടിക്കറ്റ് നിരക്കിൽ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് എയർ സർവീസുകൾ അവർ ഈടാക്കിയിരിക്കുന്ന ടിക്കറ്റ് നിരക്കാണ് ഈടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് കരിപ്പൂരിൽ ഉയർന്ന നിരക്ക് വന്നിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് സംസ്ഥാനത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ താല്പര്യം മുൻനിർത്തി പ്രത്യേകം ഇടപെട്ട് അത് കുറയ്ക്കുകയാണ് ചെയ്തതെന്നും കൂടി സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.